പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ? ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഇത് സത്യത്തില് ഇത് എല്ലാ മനുഷ്യനും ആവശ്യം. നമ്മൾക്ക് നോക്കിയാൽ കാണാം, ചില ആളുകള് ലോകത്ത് വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു, ചില ആളുകൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വിജയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയം ഓരോരുത്തരുടെ തലത്തിലും ജീവിതത്തിലും ഓരോ തലത്തിലാണ് വിജയം സംഭവിക്കുന്നത്. ചില ആളുകള് എന്ത് ചെയ്താലും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ചില ആളുകൾ എന്ത് ചെയ്താലും വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിജയിച്ചുകൊണ്ടിരിക്കുന്നവരിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവർ ഓരോ സമയത്തും ഓരോ പടി ഉയർന്നുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. ഓരോ സ്റ്റെപ്പ് അവരുടെ ജീവിതത്തിലും അവരുടെ പ്രൊഫഷനിലും കയറിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളായിരിക്കും, പക്ഷെ അത് അവരെ വലിയ വലിയ വിജയത്തിലേക്ക് എത്തിപ്പിക്കും. ഒന്നിച്ചൊരാൾ വിജയിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ഒന്നിച്ചൊരിക്കലും വിജയിച്ചത് കാണാൻ സാധിക്കില്ല. പക്ഷെ അടങ്ങാത്ത ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നവും ഉണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലോകത്ത് നടക്കുന്ന എല്ലാ സത്യങ്ങളും നമ്മളോട്, എല്ലാ വിജയികളും നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷപ്പെട്ട, ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് വിജയം എന്നുകൊണ്ട് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ലെവലാണ്, ഒരു എക്സ്പീരിയൻസ് ലെവലാണ്. നമ്മളുടെ എന്താ പറയാ, നമ്മള് സന്തോഷം, ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ നമ്മള് ഒരു ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോ അതിൽ കാണാണ് ലവ്. ലവ് എന്ന് പറയുന്ന വാക്ക്, ലവ് ഫിസിക്കൽ ടു സ്നേഹ എന്നാണ് കാണുന്നത്. അപ്പൊ നമ്മൾ പറയണേ ആ ഡിക്ഷണറിയിൽ കണ്ടു സ്നേഹം, ലവ് കണ്ടു, അതുകൊണ്ട് സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഭാര്യയും ഭർത്താവൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ലവ്, സ്നേഹം 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 എന്ന് പറഞ്ഞിട്ട്, അല്ല, അതല്ല സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ലെവലാണ്. ഇതേപോലെ തന്നെയാണ് ആ എക്സ്പീരിയൻസ് ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നതും വിജയം ഉണ്ടാവുന്നതും. ഇത് നമ്മൾ ആരെ കുറിച്ച് പഠിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് ഗാന്ധിജിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഗാന്ധിജിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് ആദ്യം ഗാന്ധിജിയിലാണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആർക്കാണോ വിജയിക്കേണ്ടത് ആദ്യം അയാൾ മാറ്റം ഉണ്ടാക്കേണ്ടത് അയാളിലാണ്. അയാളിൽ ഉണ്ടാക്കുമ്പോ 80% അയാൾ ഉണ്ടാക്കേണ്ടത് അയാളുടെ ഇന്നർ വേൾഡിലാണ്. അതായത് നമുക്ക് രണ്ട് ലോകമുണ്ട്, ഒന്ന് ഇന്നർ വേൾഡ് ആണ്, ഒന്ന് ഔട്ടർ വേൾഡ് ആണ്. ഈ ഇന്നർ വേൾഡ് 80% ഇന്നർ വേൾഡിൽ ഒരാൾക്ക് വിജയം ഉണ്ടാവുമ്പോ 20% ആയ ഔട്ടർ വേൾഡ് നമ്മളുടെ കൂടെ പോരും, ഈ ഇന്നർ വേൾഡിന്റെ കൂടെ പോരും. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സംഭവിക്കുക. നിങ്ങളിൽ തന്നെ പല ആളുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ കുറെ ദിവസങ്ങളായിട്ട് ക്ലാസ്സുകൾ കയറുന്ന ആളുകൾ, ഇപ്പോ ഈ ക്ലാസ് മാത്രമൊന്നുമല്ല, നമ്മളെ മുന്നുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട ആളുകൾക്ക് എത്രത്തോളമാണ് മാറ്റം ഉണ്ടായത്. എവിടെയാണ് മാറ്റം ഉണ്ടായത്? പഴയ വീട് അവിടെ തന്നെയാണ്, പഴയ റൂം അവിടെ തന്നെയാണ്, ആദ്യത്തെ ഹസ്ബൻഡ് തന്നെയാണ് ഉള്ളത്, ആദ്യത്തെ കുട്ടികൾ തന്നെയാണ് ഉള്ളത്, ആദ്യത്തെ അമ്മായിമ്മ തന്നെയാണ് ഉള്ളത്, എല്ലാവരും പഴയ തന്നെയാണ്. പക്ഷെ മാറിയത് എവിടെയാണ്? നിങ്ങൾ മാറിയപ്പോ നിങ്ങളുടെ ലോകം മാറി, നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറി, നിങ്ങളുടെ എല്ലാം മാറി തുടങ്ങി. ഇതാണ് യാഥാർത്ഥ്യം. മാറിയത് എവിടെയാണ്? നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ലോകമാണ് മാറിയത്. ഇതാണ് സത്യം. കാരണം പരാജയങ്ങൾ കുറെ ഉണ്ടാവും. ഞാനൊരു ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടതാണ്. നമ്മളുടെ എന്താ പറയാ, അപ്പൊ ഞാൻ നോട്ട് ചെയ്താണ്, നമ്മളെ തോമസ് ആൽവ എഡിസൺ 1916 ന്യൂജേഴ്സി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പരീക്ഷണശാല കത്തിക്കൊണ്ടിരിക്കുക. 67 വയസ്സിലാണ്. അയാളുടെ പരീക്ഷണശാല കത്തിക്കൊണ്ടിരിക്കുമ്പോ അയാൾ കൂളായിട്ട് യാതൊരുവിധ ഇതുമില്ലാതെ അതിങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുക. മകൻ ഇമോഷണലി വന്നിട്ട് പറയണേ, നമ്മളുടേതാണ് കത്തിപ്പോകുന്നതാണ്, ഭയങ്കര ബേജാറും ടെൻഷനും പറയണേ. അപ്പൊ പറയണേ, മോനെ ഈ വേഗം പോയിട്ട് അമ്മനെ വിളിച്ചുകൊണ്ട് വാ, എന്നിട്ട് ഈ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കേ,
ഇനി ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കൂല. എന്നിട്ട് പറയാണ്, നമ്മളുടെ ചെയ്തു പോയ, നമ്മൾ ചെയ്ത എല്ലാ മിസ്റ്റേക്കുകളും, എല്ലാ അബദ്ധങ്ങളും തട്ടിച്ചാമ്പലായി പോയി. ഇനി നമുക്ക് പുതിയത് തുടങ്ങാം. ഇതാണ് ഇവരൊക്കെയുള്ള വിജയം എന്ന് പറയുന്നത്. നമുക്ക് എന്തേലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴേക്ക് നമ്മള് സത്യത്തില് ഒന്നും അല്ലാതായി പോയി എന്നൊക്കെ തോന്നാ. നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞാനായാലും അങ്ങനെ തന്നെ തോന്നാ. മനുഷ്യന് എല്ലാരും അവസാനം. പക്ഷെ ഇവരെവിടെയാണ് വിജയിച്ചത്? ഇവര് വിജയിച്ചത് ഇവിടെ. 700 പരീക്ഷണങ്ങളും പൊട്ടിപ്പോയി. 700 പ്രാവശ്യം ബൾബ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പരീക്ഷണം പൊട്ടിപ്പോയി. എന്നിട്ടും അയാൾ പിന്മാറിയില്ല. അടങ്ങാത്ത ആഗ്രഹവുമായിട്ടാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളത്. അപ്പോ നമ്മള് ആ രീതിയിലാണെങ്കിലേ നമുക്കും വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ കുഞ്ഞു ലോകത്ത്, നമ്മളുടെ ഈ ചെറിയ ലോകത്ത്, നമ്മളുടെ ചുറ്റുപാടുകളിൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിലാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കേണ്ടത്. അത് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാക്കേണ്ടത്. ഐടി അക്കാഡമി ഫോക്കസ് ചെയ്യുന്നത് തന്നെ അതിലാണ്. ഐടി അക്കാഡമി എന്ന് മുതലാണോ മുന്നേ തുടങ്ങിയ ഐടി അക്കാഡമി ഐടി എന്നാണ്, ഇൻഫർമേഷൻ ടെക്നോളജി അക്കാഡമിയാണ് തുടങ്ങിയതെങ്കിൽ 2022 കൊറോണയ്ക്ക് ശേഷം തുടങ്ങുമ്പോൾ ഐടി അക്കാഡമി മാറിയിരുന്നു. ഐടി അക്കാഡമിന്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം മാറിയിരുന്നു. ദാറ്റ്സ് എൻ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അക്കാഡമി ആയിരുന്നു. ആ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അക്കാഡമി എന്ന രീതിയിലാണ് ഇപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ മാറി തുടങ്ങി. നമ്മൾ എംബ്ലം മാറ്റാൻ കൊടുത്തു, രജിസ്ട്രേഷൻ മാറി, ഒരുപാട് സാധനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അക്കാഡമി എന്താ സംഭവിച്ചത്? ഇവിടെ എന്താണോ സംഭവിക്കുന്നത് ഇതിന്റെ ഉള്ളില്, അതാണ് ഇനി അതിന്റെ പേര്. അതാണ് അതിന്റെ പേര്, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അക്കാഡമി. ഇതാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ സംഭവിക്കുന്നത് അതാണ്. അങ്ങനെ ആളുകളിൽ, ഇവിടെ വരുന്ന ആളുകളിൽ, ഇവിടെ വരുന്ന സ്റ്റാഫുകളിൽ, ഇവിടെ വരുന്ന ടീമുകളിൽ, അതുപോലെ തന്നെ ഇവിടെ വരുന്ന കുട്ടികളിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായപ്പോ നമുക്ക് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ സത്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ 5 പോയിന്റുകൾ, 5 കീകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു, ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യണം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, നമ്മളുടെ മൈൻഡ് സെറ്റ് അല്ലെ, മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ചിന്താഗതി മാറ്റല്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഇമോഷണൽ കൺട്രോൾ. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് സെൽഫ് കോൺഫിഡൻസ്. നാലാമത്തെ പറഞ്ഞത് നമ്മള് സെൽഫ് അവയർനെസ്. അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞത് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർമ്മ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കും. അതിൽ നമ്മൾ പറഞ്ഞു മൈൻഡ് സെറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചിന്താഗതിയുടെ മാറ്റം. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം അതായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇമോഷണൽ കൺട്രോൾ, ഇമോഷനുകളായ ഫിയർ, പേടി, ആൻസൈറ്റി, അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രെസ്, അതേപോലെ ഹാങ്കർ, ദേഷ്യം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇന്ന് സെൽഫ് കോൺഫിഡൻസ് ആണ്. എന്താണ് സെൽഫ് കോൺഫിഡൻസ്? എങ്ങനെ? 3 പോയിന്റുകളാണ് സെൽഫ് കോൺഫിഡൻസിന്റെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. സെൽഫ് കോൺഫിഡൻസ് മറ്റേത് രണ്ടും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ രണ്ടും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? സെൽഫ് കോൺഫിഡൻസ്. യെസ്. എന്താണ് സെൽഫ് കോൺഫിഡൻസ്? ബിലീവിങ് ഇൻ യുവർ ഓൺ എബിലിറ്റി. നിങ്ങളുടെ സ്വന്തം കഴിവുകളിലുള്ള വിശ്വാസം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ട്. നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ നിസ്സാരമാക്കി കാണുന്ന ആളുകളാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ നിന്ദിക്കുന്നത് നമ്മളാ. ഏറ്റവും കൂടുതൽ, ഞാൻ വീണ്ടും പറയണേ, ഏറ്റവും കൂടുതൽ നമ്മളെ മോശക്കാരനായി ചിത്രീകരിക്കുന്നത് നമ്മളാ.
നമ്മക്കാണ് നമ്മളിൽ വിശ്വാസമില്ലാത്തത്. നമ്മളുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസമില്ല. നമ്മൾ മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടിട്ട് അന്ധാളിച്ച് നിന്ന് പോവാണ്. എന്നാൽ അതിലേറെ വലിയ കഴിവുകൾ നമ്മളെടുത്ത് നമ്മൾ ഒരിക്കലും അത് തിരിച്ചറിയാറില്ല. ഏറ്റവും വലിയ നിങ്ങൾ പെൺകുട്ടികളാണ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു കഴിവാണ് ക്ഷമ എന്ന് പറയുന്നത്. ഈ ക്ഷമ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ്. പക്ഷെ പല ആളുകളും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാറില്ല. നമ്മള് മേലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ അതിന്റെ ബാക്കിയാണ് ഈ വരുന്നത്. അതൊരു കഴിവാണ്. നമ്മളെ കഴിവാണ് ശരിക്കും. ചില ആളുകൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. അതൊരു കഴിവാണ്. കാര്യങ്ങളെ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അതൊരു കഴിവാണ്. നൽ നന്നായിട്ട് അതായത് ഇതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളാണ് ദൈവം തന്നത്. പക്ഷെ നമ്മൾ നമ്മളെ സത്യത്തിൽ തിരിച്ചറിയാറില്ല. നമ്മളെപ്പോഴും കണ്ണാടി നോക്കിയിട്ട് നമ്മളെ പഴി ചാരുക എന്നല്ലാതെ, എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നല്ല സുന്ദരിയാണ്? പറയില്ല. അപ്പോഴും നമ്മൾ നോക്കുമ്പോ കാണും ഇവിടെ എവിടെയോ ഒരു കുത്തുണ്ട്. എന്നാ ഇനി നമ്മള് പഠിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മള് നമ്മളെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയണം. സ്വന്തം കഴിവുകൾ. സ്വന്തം കഴിവുകൾ. നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് എഴുതി നോക്കോണ്ട്. വെറുതെ ഒരു ന്യൂസ് പ്രിന്റ് പേപ്പർ, ഒരു പഴയ നോട്ട് ബുക്ക് വെറുതെ എഴുതി നോക്കണം. ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് സെൽഫ് കോൺഫിഡൻസ് അപ്പളാ വരിക. അപ്പോഴാണ് വരിക. എന്റെ കഴിവുകൾ എനിക്ക് തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് എന്റെ കോൺഫിഡൻസ് കൂടുക. ഞാൻ എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ? ഞാനേ ഞാനിങ്ങനെ നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് വേറെ ക്ലാസ്സിനോ ഒന്നും പോയിട്ടൊന്നും അല്ല ഞാന് ഒരു കാര്യം പഠിച്ചിട്ടുള്ളത്. കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തത് എന്റെ ജീവിതത്തിൽ നിന്നാ. അപ്പോ പിന്നീട് ക്ലാസ്സിനൊക്കെ പോയി. പക്ഷെ അന്ന് ഞാനിങ്ങനെ നോക്കി, എനിക്ക് എന്താണ് എനിക്കൊരു കഴിവുള്ളത്? ഞാൻ നോക്കുമ്പോ എപ്പോഴും എന്റെ കഴിവുകേടുകളാണ് വേണ്ടത്. പക്ഷെ എന്താണ് എന്റെ കഴിവുകളുള്ളത്? ഞാൻ ഏത് സമയത്തും ഇങ്ങനെ വെറുതെ എഴുതിക്കൊണ്ടേയിരിക്കും. കുത്തി വരഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് മനസ്സിലായി. എന്റെ കഴിവുകളെ ഞാൻ തിരിച്ചറിയൽ തുടങ്ങിയപ്പോ, എനിക്കൊരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടെന്നും, എനിക്ക് കോച്ചിങ് സ്കിൽ ഉണ്ടെന്നും, എനിക്ക് ക്ലോസിംഗ് സ്കിൽ ഉണ്ടെന്നും, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങിയപ്പോ, എന്താ ക്ലോസിംഗ് സ്കില്ല്? ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് അയാളെ മാറ്റാനുള്ള കഴിവ്. ദാറ്റ് ഈസ് എ ക്ലോസിംഗ് സ്കിൽ. ആ സ്കിൽ എനിക്ക് ഉണ്ടെന്നോ. ഏത് വിധത്തിലാണ് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യേണ്ടത്, കോച്ച് ചെയ്യേണ്ടത്, അതിനുള്ള കഴിവുണ്ടെന്നോ. നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്നും ഇതൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോ, എന്റെ ജീവിതത്തിന് വേണ്ടി എന്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം എന്ന് ഞാൻ മനസ്സിലാക്കിയ അതീന. കാരണം എനിക്ക് ഒരുപാട് അതായത് ധാരാളമായിട്ട് എനിക്ക് കുത്തുവാക്കുകളും പരിഹാസങ്ങളും അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തുന്ന അവസ്ഥകളും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എന്തിന്റെയൊക്കെ പേരിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറുത്തതിന്റെ പേര്, തടിച്ചതിന്റെ പേര്, പിന്നെ അതേപോലെ തന്നെ ഒരു ഇങ്ങനെ ആദ്യം തന്നെ നമ്മളെ കളിയാക്കി മാറ്റി നിർത്തും. പിന്നീട് നമുക്കൊരു പേടിയേക്കാരം. പിന്നെ എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. ഇപ്പോഴും എനിക്ക് ഫിയർ ഉണ്ട് പല സാധനത്തിലും. ഞാൻ സത്യത്തിൽ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. ഞാന് പെട്ടെന്ന് ഒരാളോട് ചെന്നിട്ട് അങ്ങോട്ട് മിംഗിൾ ചെയ്ത് സംസാരിക്കൊന്നുമില്ല. എനിക്കങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. പക്ഷെ എന്റെ നിശേരിയില്, അതായത് എന്റെ മാർക്കറ്റിൽ അല്ലെ എന്റെ സ്റ്റുഡന്റ്സിന്റെ അടുത്ത്, എന്റെ ഫാമിലിന്റെ അടുത്ത് ഞാൻ ഹൈ പെർഫോമൻസ് ചെയ്യും. അല്ലാത്തോടത്ത് അത് എത്രയോ മുന്നേ കിട്ടിയ ചില ആഹ് എന്താ പറയാ റെസ്ട്രിക്ഷൻസും, ചില സമയത്ത് നമ്മളെ എന്താ പറയാ ഈ മോശമാക്കി ചിത്രീകരിച്ചതും, കളിയാക്കിയതൊക്കെ എന്റെ മനസ്സിന്റെ ഉള്ളില് ഇന്നും കിടന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ പല രീതിയിൽ തെറാപ്പിയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇതിനെ പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കിയതാ. ചില സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഇമോഷണൽ ആവും. കംപ്ലീറ്റ്ലി എന്റെ കയ്യിന്ന് കാര്യങ്ങൾ പോകും. എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായത് എന്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളാ. പക്ഷെ
എന്റെ ഈ കഴിവ് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചോട് കൂടിയിട്ട് അവർക്കൊന്നും ഇല്ലാത്ത, അവർക്കൊന്നും സാധിക്കാത്ത എന്നാൽ എനിക്ക് വളരെ പ്രയാസം കുറഞ്ഞ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കഴിവുകൾ എന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ഞാൻ ചെയ്യൽ തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര അംഗീകാരങ്ങളും ഭയങ്കരമായിട്ടുള്ള സന്തോഷങ്ങളും എനിക്ക് കിട്ടാനിടയായി. ഇതാണ് യാഥാർത്ഥ്യം. അവർക്കൊന്നും കിട്ടാത്തത്. ഇന്ന് എന്റെ നാട്ടിലൊരു ഗ്രൂപ്പില് ഓൾമോസ്റ്റ് 10, 700ഓളം ആളുകളുണ്ട്. 700, 800 ആളുകളുണ്ട്. ഞാനൊരു വോയിസ് വിട്ടാൽ അതിനൊരു പരിഗണന കിട്ടും. പിന്നെ ഞാൻ എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ NLP ഗ്രൂപ്പ് ഉണ്ട്. NLP ഗ്രൂപ്പ് പറഞ്ഞാൽ ഞാൻ പഠിച്ച ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് പ്രോഗ്രാമിംഗ് സയൻസ് പഠിച്ച ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പൊക്കെ ഇപ്പൊ ആക്റ്റീവാണ്. ആ ഗ്രൂപ്പില് ഞാനൊന്ന് സംസാരിച്ചാൽ അത് കേൾക്കാനും അതിന് ലൈക്ക് അടിക്കാനും അതിന്റെ താഴെ സിംബൽസ് ഇടാനും ഒരുപാട് ആളുകളുണ്ട്. ഓല് പറയും, നിശാ സാറെ സംസാരം കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ സംസാരിക്കാനുള്ള സമയം തരും. ഇത് ഞാൻ 1 മണിക്കൂർ സംസാരിച്ചാലും എത്ര സമയം സംസാരിച്ചാലും ആളുകൾ നിർത്താൻ പറയുകയോ അല്ലെങ്കിൽ എനിക്കങ്ങനെ ആ സമയം പോകുന്നത് ഞാനും അറിയാറില്ല, അവരും അറിയാറില്ല. ഇത് എന്റെ ഒരു കഴിവാണ്. എനിക്ക് എന്റെ ദൈവം തന്നൊരു കഴിവാ. ഫ്രീ ആയിട്ട് വെറുതെ തന്നൊരു സാധനം. ഇതേപോലെ എല്ലാവർക്കും ഉണ്ട് ഓരോരോ കഴിവുകള്. ആ കഴിവുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ നമ്മൾ മികച്ചതാവും. ഞാൻ ആദ്യം തിരിച്ചറിയണം. എനിക്ക് അങ്ങനത്തെ കഴിവുണ്ട്. എഴുതണം പേപ്പറിൽ. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരും ഇല്ലാത്തപ്പോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എഴുതണം. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കൊടുത്തിട്ട് ഒറ്റയ്ക്ക് നിങ്ങളെ കുട്ടികളെ മക്കളെയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങളുടെ വീട്ടിലോ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു ഒരു വെള്ള പ്രതലത്തേക്ക് നോക്കി ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇനി വൈറ്റ് ബോർഡ് തിങ്കിങ് എന്നാ പറയാ, ചിന്തിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ എഴുതാം. എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എന്റെ ദൈവം എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ഇതിങ്ങനെ ഓരോന്നോരോന്ന് എനിക്ക് എന്നിട്ടൊന്ന് ചെയ്ത് നോക്കി നിങ്ങൾ എക്സർസൈസ്. ഭയങ്കര പെർഫോമൻസ് കിട്ടും. ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ആ എബിലിറ്റി തിരിച്ചറിയുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. രണ്ടാമത്തെ ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഒരു സാധനം മേക്കിംഗ് ഡിസിഷൻസ് വിത്ത് ക്ലാരിറ്റി. എന്താണ് മേക്കിംഗ് ഡിസിഷൻസ് വിത്ത് ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റിയോട് കൂടിയ തീരുമാനങ്ങൾ എടുക്കാം. നല്ല തീരുമാനങ്ങൾ എടുക്കാം. കോൺഫിഡൻസ് കൂടാനുള്ള വയ്യ. നല്ല തീരുമാനങ്ങൾ എടുത്തു കൊടുക്കാനും പറ്റണം. ഇതാണ് രണ്ടാമത്തെ കാര്യം കോൺഫിഡൻസിന്റെ, സെൽഫ് കോൺഫിഡൻസിന്റെ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മൂന്നാമത്തെ കാര്യം നോട്ട് ഡിപ്പെൻഡിങ് എക്സ്ക്യൂസീവ്ലി ഓൺ അതർ അപ്രൂവൽ. മറ്റുള്ളവരുടെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്താണ്? മറ്റുള്ളവരുടെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരുടെ തീരുമാനത്തിന് ഒരു ഉദാഹരണം പറയാം. ഞാന് എന്റെ ഒരു വണ്ടി എടുക്കുകയാണ്. ഇപ്പൊ ഏകദേശം 2 വർഷമാണ് വണ്ടി എടുക്കുകയാണ്. 1.5 വർഷം കഴിഞ്ഞ് 2 വർഷമായി വണ്ടി എടുക്കുകയാണ്. ആ വണ്ടി എടുക്കുമ്പോ ഒരൊറ്റ ദിവസം കൊണ്ടാണ് തീരുമാനം മാറുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം ഒരു വണ്ടി പുതിയത് എടുക്കാൻ വേണ്ടി എല്ലാം തീരുമാനിച്ച് സെറ്റ് ചെയ്തു. തിങ്കളാഴ്ച പോയിട്ട് 25,000 രൂപ അഡ്വാൻസ് ബുക്കിങ്ങിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ആ 25,000 രൂപ റെഡിയാക്കി. ഞായറാഴ്ച ഉച്ചക്ക് തിരിച്ചു മറിഞ്ഞു. അത് നേരെ പോയിട്ട് ഒരു പ്രീമിയം വണ്ടിക്കാണ് കൊളുത്തി. തിങ്കളാഴ്ച തന്നെ പോയി, ബുക്കിംഗ് കഴിഞ്ഞു, അഡ്വാൻസ് കൊടുത്തു.
15 ദിവസം കഴിഞ്ഞപ്പോ വണ്ടി എടുത്ത് പോന്നു. പേപ്പറൊക്കെ ക്ലിയർ ആയപ്പോ. ഒരൊറ്റ മറിച്ചിലാ. അതെന്താ കാരണം? ഞാൻ ആകെ അവിടെ നോക്കിയത് 2, 3 കാര്യങ്ങളാണ്. അത് വാങ്ങാനുള്ള മണി, പണം എന്റെ കയ്യിലുണ്ടോ? ഉണ്ട്. ഞാൻ അത് ഓടിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഉണ്ട്. അത് എന്റെ എന്റെ പൊസിഷനെ എത്രത്തോളം വളർത്താൻ പറ്റും? 3. ഇങ്ങനത്തെ ഒരു 3, 4 കാര്യം ഞാൻ ചിന്തിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഡിസ്കഷൻ നടത്തണം. പക്ഷെ എല്ലാരോടും ചോദിച്ചിട്ട് ഒരു നെഗറ്റീവ് കിട്ടുന്നത് വരെ ആലോചിച്ച് അതങ്ങ് ക്യാൻസൽ ആവും. അങ്ങനെ ഒരു സാധനം എടുത്തുചാട്ടം എനിക്ക് കൂടുതലുണ്ട്. പക്ഷെ എന്നാലും ഇത് കഴിഞ്ഞപ്പോ എന്റെ സിസ്റ്റർ കുട്ടികളെ എന്റെ അളിയനോട് പറഞ്ഞതേ എന്താ അറിയോ? ഇങ്ങനെ വണ്ടി ഇരിക്കാം. അല്ലാതെ ഒരു 10,000 ആൾക്കാരോട് ചോദിച്ചിട്ട് ഒരു വണ്ടി നല്ലത് എടുക്കാനൊക്കെ കൂടൂല. സത്യാണ്. സത്യാണ്. നമ്മൾ ചോദിച്ചാ ഒരാള് പറയും അതിന് മൈലേജ് കുറവാണ്. അപ്പൊ ഒരാൾ പറയും അതിന് മെയിന്റനൻസ് കൂടുതലാണ്. ഒരാൾ പറയും ഓക്കെ ഉഷാറാണ് കുഴപ്പമില്ല. പക്ഷേ നമ്മളോട് പറഞ്ഞ ആ നെഗറ്റീവ് കമന്റുകളാണ് നമ്മളെ ഉള്ളിൽ കിടന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ആരാണ് ആ പറഞ്ഞത്? അങ്ങനെ ഉള്ള ഒരാള് ഇതേ രൂപത്തിൽ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അയാൾ എന്താണ്? അയാൾ പ്രീമിയം ക്വാളിറ്റി ആണ്. അയാളോട് സംസാരിച്ചത് വരൂല. നമ്മൾ ആരോടാ സംസാരിക്കുന്നത്? നമ്മളുടെ അതിന്റെ ലെവലിൽ താഴെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരെടുത്തുനിന്ന് അതേ വരുള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പരിധി വിട്ട് നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. പല കാര്യത്തിലും, പല കാര്യത്തിലും. ഇത് ഒക്കെ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. സെൽഫ് കോൺഫിഡൻസ് എന്താണ്? സെൽഫ് കോൺഫിഡൻസ് അതായത് നമ്മളുടെ കഴിവുകളിൽ നമുക്കുണ്ടാവേണ്ട വിശ്വാസമാണ് ഏറ്റവും വലുത്. നമ്മളുടെ എബിലിറ്റി. എനിക്ക് എത്ര കഴിവുണ്ട്, എനിക്ക് എത്ര അനുഗ്രഹങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഒന്ന് കിട്ടിക്കഴിഞ്ഞാല് അതിനുണ്ടാകുന്ന സന്തോഷം മാത്രമല്ല ആലോചിക്കേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഉണ്ടാവും അതും കൂടി നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഇന്നെ എന്തിനൊക്കെ അത് ബാധിക്കും അതും കൂടെ നമ്മൾ ചെക്ക് ലിസ്റ്റ് ചെയ്യണം. ഇങ്ങനൊക്കെ നോക്കിയിട്ട് ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുകയാണ്. നമ്മൾ നോക്കിയാൽ മതി. വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല. വേറൊരാളെ കൂടുതലായിട്ട് ഇടപെടുത്തേണ്ട ആവശ്യമില്ല. അയാൾ പറയുന്ന അയാളുടെ ലോകത്ത് നിന്നുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്നത് ആഗ്രഹിച്ച് നിങ്ങളുടെ ലോകത്ത് നിന്നുകൊണ്ടാണ്. അപ്പോ സെൽഫ് കോൺഫിഡൻസ്. അടുത്ത സാധനത്തിന്റെ പേരാണ് സെൽഫ് അവയർനെസ്. നമ്മൾ പറഞ്ഞ ഒരു സാധനത്തില് മറ്റൊന്നാണ് എന്ത്? ഇതിൽ 5 പോയിന്റിലെ 4ാമത്തെ പോയിന്റ് ആണ് സെൽഫ് അവയർനെസ്. എന്താണ്? സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ്. യെസ്. എന്താണ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ടർസ്റ്റാൻഡ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. യെസ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. എന്താണ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്? വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ശക്തിയും നമ്മളുടെ തളർച്ചയും തിരിച്ചറിയും. എങ്ങനെ അറിയാം? എങ്ങനെ അതറിയാം? അതിന്റെ ഒരു പ്രാക്ടീസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ തരാം. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എങ്ങനെ നോക്കണം എന്നുള്ളത്. ഓക്കെ. അതിന്റെ ഒരു പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയിങ് യുവർ വാല്യൂസ് ആൻഡ് പർപ്പസ്. നമ്മളുടെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. മൂല്യങ്ങളും ലക്ഷ്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. കുറെ മൂല്യങ്ങളുണ്ട്. നമ്മളുടെ വാല്യൂ നിശ്ചയിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ വാല്യൂ നിശ്ചയിക്കുന്നത് നമ്മളാണ്. നമ്മളുടെ വാല്യൂ
നമ്മൾ നിശ്ചയിക്കുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ യെസ്, നമ്മൾ പറയണ്ട, അത് കാണിച്ചു കൊടുക്കാനേ പറ്റും. എന്താണ് എന്റെ വാല്യൂ? അതറിയും. എന്റെ പർപ്പസ് എന്താ? എന്റെ ലക്ഷ്യം എന്താ? നമ്മളതറിയും. സെൽഫ് അവയർനെസിന്റെ ഭാഗമാണ്. നിർബന്ധം. അറിഞ്ഞില്ലെങ്കിൽ എല്ലാം പ്രശ്നം. ഞാൻ ഇങ്ങനെ പറയുമ്പോ എന്തെന്ന് പറയണ്ട. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്തോളും. എനിക്കറിയാം. നമ്മൾക്ക് ഈ സാധനം അറിയും. നിർബന്ധ. അതിൽ തന്നെ അടുത്ത ഒരു പോയിന്റ് കൂടെ ഉണ്ട്. എന്താണ്? അടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടേക്കിംഗ് ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി സോറി റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ യുവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ്. യെസ്. നമ്മളുടെ ചിന്തകളുടെയും ആക്ഷന്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. അതായത് നമ്മളുടെ ചിന്തകളും നമ്മളുടെ ആക്ഷനാണ് നമ്മളുടെ ജീവിതം, അല്ലെ? നമ്മളുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. നമ്മളെ ചിന്തകളും നമ്മളുടെ ആക്ഷൻ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ നമ്മളുടെ ജീവിതം അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രം. ഇത് മാത്രമാണ് എനിക്ക് പറയുന്നത്. ഈ 3 കാര്യം സെൽഫ് അവയർനെസ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പറയുകയാണെങ്കിൽ കുറേ പറയണം, നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അത്ര ഡെപ്തിലേക്ക് അപ്പൊ പോണില്ല. ഒരുപാട് പറയാൻ ഇത് കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് നമ്മൾ ഏകദേശം എല്ലാം സെറ്റായി പോകും. ഇത് നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്കൊരു സോട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാല് സോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സോട്ട് അനാലിസിസ് SWOT നമ്മള് പുസ്തകത്തിൽ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ നമ്മളുടെ സ്ട്രെങ്ത്, നമ്മളുടെ ബലം എന്തൊക്കെയാണെന്നുള്ളത് ഇതാ. വീക്ക്നെസ്, നമ്മളുടെ കുറവുകൾ എന്തൊക്കെയാണ് ഇതാ. ഇവിടെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഇതാ. ഇവിടെ നമ്മളുടെ ത്രെഡ്സ്, നമ്മളുടെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഇതാ. ഇതില് നിങ്ങളൊരു 5 വീതം എഴുതിയാൽ 1, 2, 3, 4, 5 ഇങ്ങനെ 5 വീതം 1 by 1 ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ്. ഇടക്കിടക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത് എഴുതുക, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എഴുതുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ ഗ്രോത്ത് സ്റ്റേജ് എത്രത്തോളം ഉണ്ട്, നമ്മളുടെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് അപ്പൊ മനസ്സിലാവും. ഇതൊരു ടെസ്റ്റാണ്. ഇത് ഞാൻ പറയുന്നൊന്നുമല്ല, ഇത് എല്ലായിടത്തും ഉള്ള സാധനം. സോട്ട് അനാലിസിസ് പലതിലും ചെയ്യാം. ബിസിനസിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എഴുതാം, നമ്മുടെ ഫാമിലിന്റെ എഴുതാം, നമ്മുടെ ഇൻഡിവിജ്വൽ എഴുതാം. ഇതൊക്കെ നോക്കിയാൽ ഈ അനാലിസിസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എന്റെ സ്ട്രെങ്ത്, എന്റെ ബല, എന്റെ കഴിവുകൾ, അങ്ങനെ പറയാം. എന്തൊക്കെയാണ് എന്റെ കഴിവുകേടുകൾ, അത് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഈ കഴിവുകളുള്ള എനിക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് എനിക്കുണ്ട്. വാ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്നെ പറയണെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും, ക്ലാസ് എടുക്കാൻ പറ്റും, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നല്ല നല്ല ഡയലോഗ്സ് എഴുതാൻ പറ്റും, അത് പറയാൻ പറ്റും, അവതരിപ്പിക്കാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്റെ കഴിവുകളാണ്. പക്ഷേ ഈ കഴിവ് ഉപയോഗിച്ചിട്ട് എനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്. എനിക്ക് ക്ലാസ് എടുക്കാം, സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം, അതേപോലെ എന്തെങ്കിലും ഒരു സാധനം സെയിൽ ചെയ്യാം, ഒരു ടീമിനെ കോച്ച് ചെയ്യാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോ എന്റെ വീക്ക്നെസ് എന്താണ്? വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്? എനിക്ക് എന്താണ്? മടിയാണ്, ദേഷ്യമാണ്, എനിക്ക്
സിമ്പതിയാണ്. ഇങ്ങനെ കുറെ സാധനങ്ങൾ എന്റെ അടുത്ത് മുന്നിലുണ്ട്. ഫിയർ ആണ്, പേടിയാണ്. ഇതൊക്കെ എന്റെ വീക്ക്നെസ്സുകളാണ്. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി ഇപ്പുറത്തുണ്ട്, അപ്പുറത്ത് വീക്ക്നെസ് ഉണ്ട്. അപ്പൊ എനിക്ക് സ്ട്രെങ്ത് ഉണ്ട്. ഈ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആണ്. ആ സ്ട്രെങ്ത്തിനെ ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ താഴെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുമ്പോൾ എനിക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അപ്പുറത്ത് എനിക്ക് കുറെ തടസ്സങ്ങൾ ഉണ്ടാവും. എന്താണ്? എന്റെ ടൈമിംഗ് ശരിയാവുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാൻ സമയം കിട്ടി ഒരു ഉദാഹരണം പറയാം. പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ വേറെ എനിക്ക് കുട്ടികളെ നോക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ പല ആളുകളും പലതായിരിക്കും. അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പെൺകുട്ടികളെ അമ്മായിമ്മ സമ്മതിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ സമ്മതിക്കണില്ല. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മളെ ത്രെഡ്സ് ആണ്. ഇതിനെ എഴുതി വെക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കതിനെ മാറ്റാനുള്ള അവസരങ്ങളും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുന്നിൽ വരും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് എഴുതന്നെ വേണം. എഴുതാൻ ഒരിക്കലും സംഭവിക്കൂല. എഴുതന്നെ വേണം. എഴുതണം. ഞാന് ഇങ്ങനൊന്നും അല്ലെങ്കിലും ഇങ്ങനെ എന്റെ ക്ലാസ്സില് എനിക്ക് എഴുതി തരുമ്പോ, ഈ ടെസ്റ്റ് തരുമ്പോ, എന്റെ സാർ എനിക്ക് തരുമ്പോ, ഞാൻ ആദ്യം എഴുതല് എന്റെ വീക്ക്നെസ്സിന്റെ കോളത്തിലാണ്. ഫസ്റ്റ് ഞാൻ എഴുതുക എന്റെ വീക്ക്നെസ്സുകൾ. കുറേ വീക്ക്നെസ്സുകൾ എഴുതണ്ട. ഒന്ന് പേടി, ഫിയർ. ഒന്ന് ആങ്കർ, ദേഷ്യം. പിന്നൊന്ന് വൈരാഗ്യം. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. എടുത്തുചാട്ടം, എടുത്തുചാട്ടം, ടെൻഷൻ. ഇങ്ങനെ കുറെ സാധനങ്ങൾ എഴുതും. അതിന് ശേഷമാണ് ഞാൻ എന്റെ സ്ട്രെങ്ത് അപ്പുറത്ത് എഴുതുക. എങ്ങനെ ബാലൻസ് ചെയ്താലും സ്ട്രെങ്ത് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക. എന്നാൽ ഗ്രാജുവലി ഞാൻ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് എന്റെ ഓരോരോ സാധനങ്ങളെ ഞാൻ നീക്കിയപ്പോ എന്റെ സ്ട്രെങ്ത്തിന്റെ ഭാഗം സ്ട്രോങ് ആയിട്ട് നിന്നു. മറ്റേ ഭാഗം ഇങ്ങനെ വീക്ക്നെസിന്റെ ഭാഗത്തിലെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വന്നു. എങ്ങനെയാണ് മനസ്സിലായത്? ആ വീക്ക്നെസ് ഉള്ളത് കൊണ്ട് ഞാൻ എവിടെല്ലാം പരാജയപ്പെട്ടു, ഞാൻ എഴുതി. ഞാൻ എന്തെല്ലാം കാര്യത്തിൽ പരാജയപ്പെട്ടു. അതിപ്പോ എന്തുകൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടത്? ആ പരാജയപ്പെട്ടതിന്റെ പിന്നിലെല്ലാം എന്റെ ഈ വീക്ക്നെസ്സിൽ എണ്ണപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ചെയ്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ പരാജയപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ വേഗണ്ട്, പിന്നെ എളുപ്പണ്ട്. അത് ഓരോന്ന് മാറ്റി. ഓരോന്നിനെ ഓരോരോ രൂപത്തിൽ മാറ്റിയപ്പോ റിസൾട്ട് എൻറ്റയർലി മാറി തുടങ്ങി. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് ടെക്നോളജി വേറൊന്നുമില്ല. ഇതിനാകെയുള്ള ടെക്നോളജി ഇതേ ഉള്ളൂ. നമ്മളെ മേലെ പണിയെടുക്കണം. നമ്മളെ മേലെ പണിയെടുക്കണം. വേറൊരു ടെക്നോളജി ഇതിനില്ല. ഞാൻ എന്റെ ലൈഫിൽ പഠിച്ചിട്ടില്ല. അനുഭവിച്ചും പഠിച്ചിട്ടില്ല, പുസ്തകത്തിലും പഠിച്ചിട്ടില്ല, ക്ലാസ്സിലും പഠിച്ചിട്ടില്ല. അനുഭവിച്ച് പഠിച്ചതെല്ലാം ഞാൻ ഇതാണ്. എന്താണോ എന്റെ ഉള്ളിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയത്, അതാണ് നിങ്ങളിപ്പോ ഈ കാണുന്ന ITA ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ ഒരു കോപ്പിയാണ്. ഞാൻ എന്താണോ അതിന്റെ ഒരു കോപ്പിയാണ്. എന്റെ ടീം ആരാണ്? എന്റെ ടീം എന്റെ ഒരു കോപ്പി ആയിരിക്കണം. എന്റെ ഒരു ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കണം. എന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എന്റെ ഡിസിഷൻസും നടപ്പാക്കുന്ന, അല്ലെങ്കിൽ അത് അതേപോലെ ചെയ്യുന്ന എന്റെ ടീം ആയിരിക്കണം. അതായത് എന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിരിക്കണം. ഞാൻ പറഞ്ഞത് ഫിസിക്കലി അല്ല. അതിന്റെ ഉടമസ്ഥരാകുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുക? എനിക്ക് ഇതിനെ വിജയിപ്പിക്കാൻ സാധിക്കാം. അല്ലെങ്കിൽ വിജയിക്കൂല. ആരെങ്കിലും ഒരാൾ ഒരാൾ അതിലൊരു കെടുമ്പുണ്ടായാൽ മതി. ഒരൊറ്റ ആളുണ്ടായാൽ ഫെയിലിയർ. ഒറ്റ ആൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു 2 ലിറ്ററിന്റെ സവനപ്പിന്റെ വെള്ള കുപ്പിയിലേക്ക് ഒരൊറ്റ തുള്ളി എന്തെങ്കിലും ഒരു സാധനം എന്താണ്? ഒരു യൂറിനായി ഒരു തുള്ളി ആയിട്ടുള്ളൂ. 2 ലിറ്റർ സവനപ്പ് ഉണ്ട്, അതിലൊരു തുള്ളി യൂറിനായി. അതാരും കുടിക്കോ? ഇല്ലല്ലോ. ഇല്ല, കുടിക്കൂല. പെട്ടെന്ന് മലിനസഭ നമ്മളെ തീരെ ഉപയോഗിക്കൂല. അതേപോലെയാണ് ഒരാളുണ്ടായാലും. അപ്പൊ അത് ഞാൻ സമ്മതിക്കൂല. ഒരു വിധത്തിലും സമ്മതിക്കൂല. എന്നാലും ഉണ്ടാവും കുറച്ചൊക്കെ. പക്ഷെ കുറച്ചൊക്കെ ഞാൻ ക്ഷമിക്കും. എന്നാലും ഉണ്ടാവും കുറെ ആളുകൾ മാറി
ടീം സ്ട്രോങ് ആവും. എന്താ കാരണം? ഈ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തരണമെങ്കിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ആൾക്കാരായിരിക്കണം. ഞാൻ നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരണമെങ്കിൽ എന്റെ ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ളതല്ല, ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളതായിരിക്കണം. എന്റെ ആദ്യത്തെ യോഗ്യത, ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ അത് അനുഭവിച്ച ആളായിരിക്കണം. ഞാൻ അത് ആസ്വദിച്ച ആളായിരിക്കണം. ഞാൻ അതിൽ കൂടെ സഞ്ചരിച്ച ആളായിരിക്കണം. ഞാൻ ആ പുഴ നീന്തി കടന്നവരായിരിക്കണം. അങ്ങനെയാണെങ്കിലേ എനിക്കത് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ആദ്യത്തെ ക്വാളിഫിക്കേഷൻ കിട്ടുള്ളൂ. ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ. അല്ലാതെ എന്റെ ഡിഗ്രിയോ എന്റെ PGയോ ഒന്നുമല്ല. ദാറ്റ്സ് എൻ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. അത് വേറെ. അതിന്റെ കൂടെ ചേർത്ത് നിർത്താൻ എനിക്ക് പറ്റേണ്ട സാധനമാണ് എന്ത്? ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ. അടുത്തൊരു സാധനം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് ബാക്കി പറയാം. ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ? ഒരു മിനിറ്റ്. ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ. എന്താണ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ? ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് അൺഹെൽത്തി ഹാബിറ്റ്സ് with പ്രൊഡക്റ്റീവ് വണ്ണിലേക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. നമ്മൾ അൺഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കേട്ടിട്ടുണ്ട്. അൺഹെൽത്തി ഫുഡ് എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അൺഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ട്. നമുക്ക് ദോഷം ചെയ്യുന്ന ഒരുപാട് ദിനചര്യകളുണ്ട്, ഹാബിറ്റുകളുണ്ട്. അതിനെ നമ്മൾ മാറ്റണം. കുറേയുണ്ട് ഹാബിറ്റുകൾ, ഒരുപാട് ഹാബിറ്റുകളുണ്ട്. ആ ഹാബിറ്റുകളെ നമ്മൾ മാറ്റണം. ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 5 സ്റ്റെപ്പിലൂടെ, ഈ 5ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. 5 സ്റ്റെപ്പിലൂടെ കടന്നുപോയാൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്തായാലും ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഉണ്ടാവും. 100% ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും. എത്രയെന്ന് ഞാൻ പറഞ്ഞ 100%ഉം എന്ത് സംഭവിക്കും? ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. പിന്നെ എന്താണ്? ബിൽഡ് യുവർ ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. build your discipline and consistency. എന്താണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരത. എന്താണ് സ്ഥിരത? നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട്. എപ്പോഴൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം? അവിടെയാണ് നമ്മൾ ഏറ്റവും ലോ എനർജിയിലാണെങ്കിലും നമുക്ക് അതുകൊണ്ട് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയാലും നമ്മൾ അതിൽ നല്ലതാണെന്ന് മനസ്സിലായാൽ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അത് നമ്മളെ ഹാബിറ്റായി മാറി മെല്ലെ മെല്ലെ അത് കേറി വരുള്ളൂ എന്നർത്ഥം. ഒരാൾ പരാജയത്തിലാണ്, അപ്പൊ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് അയാൾക്കൊരു ഉയർച്ച ഉണ്ടാവില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിട്ട്, കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് 6 പാക്ക് ആകണം. 6 പാക്ക് ആകാന് പെട്ടെന്ന് ജിമ്മിൽ ചെന്നിട്ട് എനിക്ക് 6 പാക്ക് ആകണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ചെന്നിട്ട് ചെയ്യണം. ഒറ്റ ദിവസം അല്ലാതെ ചെയ്യണം, നന്നായിട്ട് ചെയ്യണം. അപ്പോഴേ അതിലേക്ക് എത്തുള്ളൂ. അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹാബിറ്റുകളെ നമ്മൾ കൊണ്ടുവരാം, ബിൽഡ് ചെയ്യാം. കൺസിസ്റ്റന്റ്, ചെറുതാണെങ്കിലും കുറച്ചാണെങ്കിലും അത് അൺഹെൽത്തി ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നമ്മളിൽ നിന്ന് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തുണ്ടാക്കണം? ഹാബിറ്റ്സിനെ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. പക്ഷേ ഞാൻ പറയാം, ഞാന് ഇപ്പൊ നിങ്ങളോട് പറയാം, ഇതേപോലെ തന്നെ
പല സാഹചര്യങ്ങളിലും ഞാൻ കടന്നു പോയപ്പോഴെല്ലാം എന്റെ തോട്ട്സ് ഇത് മാത്രായിരുന്നു. എനിക്കെങ്ങനെ മാറാൻ പറ്റും? മറ്റുള്ളവരെ മാറ്റാൻ പറ്റുന്നല്ല ഞാൻ ചിന്തിച്ചത്. എനിക്കെങ്ങനെ മാറാൻ പറ്റും? അതിനു വേണ്ടി എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അതെന്താ? ഇത് നിരന്തരമായിട്ട് തെരയുമ്പോ നമുക്കുള്ളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മളെ ഉള്ളിലുണ്ട്. എല്ലാ ആയുധങ്ങളും നമ്മളെ ഉള്ളിലുണ്ട്. എവിടെയും പോയിട്ടില്ല. നമ്മളെ ഉള്ളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ഇന്നർ വേൾഡിൽ ചേഞ്ച് സംഭവിച്ചാൽ ഔട്ടർ വേൾഡ് നമ്മളെ കൂടെ പോരും. കൂടെ പോരും. 100% ഒപ്പം പോരും. ഒരു സംശയമില്ല. പല ആളുകളും പല കാര്യങ്ങളും സമ്മതിക്കൂല. ഞാന് ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പഠിച്ചു, എല്ലാം വിജയിച്ചു, എല്ലാം റെഡിയായി. പക്ഷേ നിങ്ങള് ജോലിക്ക് നിങ്ങളെ പോവാൻ സമ്മതിക്കുന്നില്ല. എന്താണ് അയാളുടെ പേടി? എന്താണ് ഹസ്ബൻഡിന്റെ പേടി? നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുറവ് വന്നാൽ അയാളുടെ അയാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാകുമോ? ഇതാണ് പേടി. അപ്പോ അയാൾക്ക് നിങ്ങളോട് പോകണ്ട എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ, അയാളുടെ ബ്രെയിൻ പല സൊല്യൂഷൻസും മുന്നിലേക്കിടും അയാൾ. ഉദാഹരണം പറയുകയാണെങ്കി, അയാൾ പറയും, "സംഭവമൊക്കെ ഇജ്ജ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ" എന്താണ് ആ പക്ഷേ? പക്ഷേന്റെ പ്രശ്നമാണ്. പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പോകുമ്പോ ഒരു 50,000 സാലറി കിട്ടണ്ടേ? വാട്ട് ഈസ് ദ റിയാലിറ്റി? അന്ന് ഞാൻ അങ്ങനെയൊക്കെ വിടണെങ്കിൽ ഔഫ്! അങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് ഇയാൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോ കരുതാ. പ്രശ്നം ഉണ്ടാക്കാനല്ല ട്ടോ. പ്രശ്നം ഉണ്ടാക്കാനല്ല. നമ്മളോട് പറയും, "ഞാന് സ്കൂട്ടർ പഠിക്കട്ടെ." ഇജ്ജ് സ്കൂട്ടറൊന്നും പഠിക്കണ്ട. ഇജ്ജ് നല്ല കാറ് പഠിച്ചു പോയാ മതി. സത്യത്തിൽ എന്താ സംഭവം അറിയോ ഇങ്ങള്? ഇയാളെ ബ്രെയിനെ സമ്മതിക്കണില്ല. എന്തിന്? അങ്ങട് അനുവദിച്ചു കൊടുക്കാൻ. അപ്പോ പല കാരണങ്ങളെ കൊണ്ടും ഇതിങ്ങനെ ബ്ലോക്ക് ആക്കും. ഇത് ഇതിന്റെ ഉള്ളിന്ന് വരുന്ന സാധനാ. നമ്മളെ ഈ ബ്രെയിനിന്റെ ഉള്ളിന്ന് വരുന്ന സിഗ്നലാ. ഞാനാണെങ്കിൽ എന്റെ ഭാര്യ എന്നോട് എന്താ പറയാ? അങ്ങനെ പറയും. പക്ഷെ ഞാൻ ഇപ്പൊ പറയല് എന്താ അറിയോ? അനക്ക് വേണമെങ്കിൽ ഇജ്ജ് ജോലിക്ക് പോയിക്കോട്ടോ. പക്ഷെ ഒരു ശമ്പളേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ ഒരു ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കണം. ആ ശമ്പളം ഞാൻ കട്ടാക്കും. അവിടുത്തെ ശമ്പളം മാത്രം ഉണ്ടാവും. ഇപ്പൊ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തതിന് ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി പുറത്ത് ഇനി വേറെ ശമ്പളം കിട്ടും അനക്ക്. അപ്പൊ ഈ ശമ്പളം കട്ടാവും. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മളോട് അപ്പൊ പറഞ്ഞതെന്താ? നിങ്ങള് ഞാൻ പോകൂലാന്ന് അറിയണോണ്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് പറയണത്. അല്ല പോണ് പൊയ്ക്കോ. അതിന്റെ ഈ ഇതിന്റെ കുറച്ചൊരു വേദന ഉണ്ട്. അതറിയണമെങ്കിൽ ഇത് ചെയ്താലേ അറിയൂ. നിങ്ങൾക്ക് ഈ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരു 1000 രൂപ കിട്ടിയാലേ അതിന്റെ സന്തോഷം നിങ്ങൾക്ക് 1 മീറ്റർ കൊണ്ട് അളക്കാൻ കഴിയില്ല. നിങ്ങളെ ഹസ്ബൻഡിന് ചിലപ്പോ 1,00,000 ശമ്പളം ഉണ്ടാവും. നിങ്ങൾ പറയാ, "ഓ എനിക്ക് 1000 രൂപ കിട്ടീന്ന്" പറയുമ്പോ അയാളതിനെ പുച്ഛിച്ച് പറയാ, "ഒരു 1000 റുപ്യ എനിക്ക് കിട്ടിയേന്" പറയണ്ടാവും. പക്ഷെ നിങ്ങൾ 1000 രൂപന്റെ വാല്യൂ നിങ്ങൾക്കേ അറിയുള്ളൂ. അതിന്റെ വാല്യൂ നമുക്ക് ഒരിക്കലും വിലയിടാൻ സാധിക്കില്ല. പക്ഷെ അത് കിട്ടണമെങ്കിൽ നമ്മളെന്നെ ഇറങ്ങണം. നമ്മളെന്നെ പോണം. ഇതൊരു സത്യങ്ങളാണ്. ഇത് ഒരുപാട് സത്യങ്ങളാണ്. ഒരു സത്യമല്ല. ഇത് മനസ്സിലാക്കാതെ നിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ശരിക്കും നമ്മളെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റാ. ജോലിക്ക് പോണം നിർബന്ധമല്ല ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ നമ്മളെ ജീവിതം വേറെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കുഴപ്പമില്ല. ഞാൻ പിന്നെ ആദ്യം തന്നെ എന്താച്ചാല് കല്യാണം കഴിക്കുമ്പോ തന്നെ എന്റെ തീരുമാനം എന്താച്ചാല് ജോലിക്ക് പോണ ഒരു ഭാര്യ എനിക്ക് വേണ്ട. സത്യം. ഒന്നും ഉണ്ടായിട്ടല്ല. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും.
ഞാൻ കുടുങ്ങിയിട്ടും ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ അവരെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു പണി ഏൽപ്പിച്ചു കൊടുത്തു. ഈ നമുക്ക് ചിലത് ശമ്പളം മാത്രല്ല. നമുക്കൊരു കുറച്ചൊക്കെ കുറെ കാര്യങ്ങള് ചെയ്യാനുള്ളൊരു ഇത് കിട്ടാന്നുള്ളതാ. അപ്പൊ അതിന് പറ്റിയ രീതിയിലുള്ള ഒരു സാധനം സെറ്റ് ചെയ്തു. ഇപ്പൊ ഓരോടൊന്നും ജോലിക്ക് പോണ്ട പറഞ്ഞിട്ട് നിങ്ങളോട് ജോലിക്ക് പോകാൻ പറയാണ് അങ്ങനെ കരുതുന്നു. അല്ല. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഞാനിത് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞതാ. ചില ആളുകളുടെ വേദനകള് ഞങ്ങളോട് പറഞ്ഞതാ, ഷെയർ ചെയ്തതാ. ജോലിക്ക് പോകണം നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങളെ സാഹചര്യങ്ങളും, നിങ്ങളെ ഇഷ്ടങ്ങളും, നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമേ നിങ്ങൾ പോകേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങളുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുന്നതാണെങ്കിൽ നിങ്ങൾ പോകാതിരിക്കലാണ് ബെറ്റർ. പക്ഷേ നിങ്ങളെ ആവശ്യങ്ങൾക്കുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പോയാലേ പറ്റുള്ളൂ. ഇത് പറ്റുള്ളൂ. ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ ഭാര്യക്ക് അതാ ചെയ്തു കൊടുക്കുന്നത്. ഒരു സാലറി ഇവിടെ എല്ലാവർക്കും സാലറി കയറുമ്പോ എനിക്കടക്കം സാലറി കയറുമ്പോൾ ഒരു സാലറി അവൾക്കും കയറും. അവളെ അക്കൗണ്ടിലേക്കും കയറും. അത് നമ്മൾ കണക്കൊന്നുമില്ല. അവളെ ഇഷ്ടം പോലെ ഒക്കെ ചെലവാക്കാം. ഒരു കുഴപ്പമില്ല. നാളെ നെല്ലിയാമ്പതിക്ക് ടൂർ പോവാം. ഞാനില്ല. KSRTC ഞാൻ പോട്ടെ ചോദിച്ചു. ആ പൊക്കോർന്ന്. എന്റെ പെങ്ങളുണ്ട്. ഒരു കുറെ ടീമുണ്ട്. ഞാൻ പറഞ്ഞു ഇജ്ജ് പൊക്കോർന്ന്. ഒരു കുഴപ്പമില്ല. എനിക്കൊരു പ്രശ്നമല്ല. എന്തെങ്ങനെ ആയത്? എന്തെങ്ങനെ ആവാനുള്ള കാരണം? നമ്മള് നമ്മളെ തിരിച്ചറിയുമ്പോഴും, നമ്മളുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുമ്പോഴും, നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിൽ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ചുറ്റുപാടും, നമ്മളുടെ ഫാമിലിന്റെ അവസ്ഥയും, നമ്മളുടെ കൂട്ടുകാരുടെ അവസ്ഥയും, നമ്മളുടെ അയൽവാസികളുടെ അവസ്ഥയും എല്ലാം മാറും. എവറിത്തിങ് ഈസ് ചേഞ്ച്. ഇതൊരു ഈ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എങ്ങനെ ഉണ്ടായതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ടോപ്പിക്ക് ക്ലാസ് വരണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാനിങ്ങനെ വെറുതെ പേപ്പറിൽ എഴുതാണ്. അതായത് വെറുതെ ഇപ്പൊ നമ്മളെ എല്ലാരും കുട്ടികളങ്ങനെ ഒപ്പിട്ട് പഠിക്കണ പോലെ ഞാൻ അങ്ങനെ എഴുതാണ്. ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അക്കാദമി. വാവ്. കുറെ കാലമായിട്ട് ഇതിനൊരു നിർവചനം കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നാണ്. ഇപ്പൊ ഇത് രണ്ടും കൂടെ സിങ്കായി. ഇവിടെ എന്താണോ നടക്കുന്നത് അതന്നായി സ്ഥാപനത്തിന്റെ പേര്. അങ്ങനെ എന്നാ എന്റെ IT അക്കാദമി ഒന്നും പോയിട്ടില്ല. അതിന്റെ ഉള്ളിലുണ്ട്. എവിടേക്കും പോയിട്ടില്ല. കാരണം IT അക്കാദമി തന്നെയാണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ അക്കാദമി. അപ്പോ ഇത് കിട്ടിയത് അത് കിട്ടിയപ്പോ അതായപ്പോ എനിക്കതിങ്ങനെ വെറുതെ എഴുതി നോക്കെ. അപ്പൊ ഞാൻ കരുതി ഇതൊരു ടോപ്പിക് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊരു ടോപ്പിക് ആക്കി എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ എല്ലാം അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ട് കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പിന്നെ എന്റെ എക്സ്പീരിയൻസ് കൂടെ അതിലിങ്ങനെ നോക്കിയിട്ട് ഇത് തന്നെയാണോ കറക്റ്റ് ആണോ നോക്കിയിട്ട് ഇത് എങ്ങനെ കണക്ട് ആവും ഞാനുമായി എങ്ങനെ കണക്ട് ആവും നോക്കിയിട്ട് ഞാൻ അതിലേക്ക് മാറി. എടുത്തു. ശരി. സെറ്റാക്കി. എനിക്കിങ്ങനെയാണ് ഈ കോണ്ടന്റ് കിട്ടുക. അല്ലാതെ ഞാനൊരു പുസ്തകം വെച്ചിട്ട് ഇന്ന് ഇത്ര എടുക്കാം, ഇന്ന് ഇവിടെ എടുക്കാം. അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഇനി അടുത്ത ടോപ്പിക് എന്താന്ന് എനിക്കറിയില്ല. അടുത്ത ടോപ്പിക് എന്താ എനിക്കറിയില്ല. ചിലപ്പോ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന്റെ മുന്നിൽ വന്നിട്ട് പെടും. അപ്പോ അവരുടെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളിൽ നിന്നോ എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ കോണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിന്ന് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. അതാണ് എന്റെ ടോപ്പിക്. എന്റെ സിഗ്നൽ തരുന്നതാണ് എന്റെ ടോപ്പിക്. നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഞാൻ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന്, നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളിൽ നിന്ന്, നമുക്ക് തരുന്ന വാല്യൂവിൽ നിന്ന് ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ നമ്മൾ പഠിച്ചു. ഇതുണ്ടായാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്?
അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എന്തൊക്കെയാണ് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷന്റെ ഗുണങ്ങൾ? അതും കൂടെ നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. ഞാൻ സെറ്റാക്കാം. ഇപ്പൊ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്താന്ന് പഠിച്ചു, എന്തൊക്കെ സാധനങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചു, ഇതെങ്ങനെയാണ് നമ്മളെ ലൈഫിൽ ബാധിക്കുക നമ്മൾ പഠിച്ചു. ഇനി ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ എന്തിനാണെന്നൊക്കെ. പക്ഷെ എന്നാലും ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് കിട്ടുന്ന കുറച്ചും കൂടെ ഗുണങ്ങളെ നമുക്ക് ഒന്നും കൂടെ ഇരുത്തിയിട്ട് അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എങ്ങനെ നിർത്തിയാലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.